തിരുവനന്തപുരം കോർപ്പറേഷനിലെ വഞ്ചൂർ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി വഞ്ചൂർ P. ബാബുവിനെതിരെ ആക്ഷേപമുയരുന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതോടെ പിന്നാലെ പേരുമിൽ ജാതിവാൽ ചേർത്തെന്നാണ് വിമർശനം. പോസ്റ്ററിൽ ബാബു എന്ന പേരിനൊപ്പം ശങ്കരൻകുട്ടി നായർ എന്നും ചേർത്തിട്ടുണ്ട്. തൻ്റെ യഥാർത്ഥ പേര് ശങ്കരൻകുട്ടി നായർ എന്നാണെന്നാണ് വഞ്ചൂർ P. ബാബു 24നോട് പറയുന്നത്. അതായത് എൻ്റെ യഥാർത്ഥ പേര് ശങ്കരൻകുട്ടി നായർ എന്നാണ്. ഞാനിട്ട പേരല്ല, എൻ്റെ രക്ഷിതാക്കളിട്ട പേരാണല്ലോ. അപ്പോൾ അത് പിന്നെ പക്ഷേ എന്നെ വളരെ ചെറുതിലേ മുതലേ ബാബു എന്നാണ് അറിയപ്പെടുന്നത്. വഞ്ചൂർ ആയതുകൊണ്ട് വഞ്ചൂർ ബാബു എന്ന് അറിയപ്പെടുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ കമ്മീഷൻ വഞ്ചൂർ ബാബു എന്നുള്ള പേരിൽ മത്സരിക്കാനായിട്ട് അനുവദിക്കുകയും അതിൻ്റെ പേരിൻ്റെ അടിയിൽ ശങ്കരൻകുട്ടി നായർ എന്ന് എഴുതാനായിട്ടുള്ള അനുവാദം തന്നു. അപ്പോൾ ഞാൻ വഞ്ചൂർ ബാബു എന്നാണ് പോസ്റ്ററൊക്കെ അടിച്ചത്. അതിനുശേഷം രണ്ടാമത് എൻ്റെ മകളിവിടെ മത്സരിക്കേണ്ടി വന്നപ്പോഴത്തേക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ ഒരു കാരണവശാലും യഥാർത്ഥ പേര് തന്നെ വയ്ക്കണമെന്ന് പറഞ്ഞു. ബോധപൂർവം അങ്ങനെ ആക്കിയതല്ല, അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പേരിൻ്റെ പിറകെ ഒരു വാലിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു ജാതിയുടെയും വക്താവല്ല. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുന്നത് എല്ലാവരും, എൻ്റെ പാർട്ടി പ്രവർത്തകരെന്ന് പറഞ്ഞാൽ എല്ലാ ജാതിയിലും പെട്ടവരുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ജാതിക്ക് വേണ്ടി അതിൻ്റെ വേണ്ടി വാദിക്കുന്ന ആളുമല്ല ഞാൻ. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, പറയൂ. SKN കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വഞ്ചൂർ വാർഡിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ജാതിവാലിൻ്റെ ആക്ഷേപം വന്നിരുന്നു. വഞ്ചൂർ P. ബാബുവാണ് ഇത്തവണ CPIMൻ്റെ പ്രതിനിധിയായി വഞ്ചൂർ വാർഡിൽ നിന്ന് ജനവിധി തേടുന്നത്. അദ്ദേഹം അറിയപ്പെടുന്നത് വഞ്ചൂർ P. ബാബു എന്ന പേരിലാണ്. അദ്ദേഹം CPIMൻ്റെ തിരുവനന്തപുരം പാളയം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. ആ ഘട്ടത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളിൽ അച്ചടിച്ച പേര് വഞ്ചൂർ P. ബാബു എന്ന് തന്നെയായിരുന്നു. എന്നാൽ ഇലക്ഷൻ ആയതോടെയാണ് ഇപ്പോൾ വഞ്ചൂർ P. ബാബു എന്ന് ബ്രാക്കറ്റിൽ ശങ്കരൻകുട്ടി നായർ എന്ന പേരിൽ എന്നും ഒരു പോസ്റ്റർ അടിച്ചിരിക്കുന്നത്. ഇതാണ് വലിയ വ്യാപകമായ പരിഹാസങ്ങൾക്കും ട്രോളുകൾക്കും ഇടയാക്കിയിരുന്നത്. വിപ്ലവം പോയി, ജാതിവാൽ വന്നു ഇലക്ഷൻ ആയതോടെ എന്ന ആക്ഷേപമാണ് വഞ്ചൂർ P. ബാബുവിനെതിരെയും CPIMനെതിരെ ഉയരുന്നത്. എന്തായാലും വഞ്ചൂർ ബാബുവിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേട്ടത്. യഥാർത്ഥ പേര് ബാലറ്റിൽ രേഖപ്പെടുത്തണമെന്നതുകൊണ്ടാണ് വോട്ടർമാർക്ക് അറിയുന്നതിന് വേണ്ടി ശങ്കരൻകുട്ടി നായർ എന്ന് ചേർത്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. എന്തായാലും CPIMൻ്റെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾക്കിടയിൽ ഈ കാര്യം വലിയ ചർച്ചയായിരിക്കുന്നു. വലിയ ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇത് ഇടം നൽകിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.